ഹായ്, ഞാൻ ഡോക്ടർ വിമൽ രമി, എൻഡോഡോണിസ്റ്റ് ആണ്. തലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഡെന്റൽ സ്കാനറിനെ പറ്റിയിട്ടാണ്. കൺവെൻഷനൽ ആയിട്ട് നമ്മൾ അളവെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിനേറ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഉണ്ട്. പശ പോലത്തെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ആൾജിനേറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വായിൽ വെച്ച് ആക്കുമ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേത്തും ആകും, മുഖത്തും ആകും. ചില ആൾക്കാർക്ക് അത് വായിൽ വെക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. ചില ആൾക്കാർക്ക് ആ മെറ്റീരിയലിന് അലർജി ഉണ്ടാവും. അതൊക്കെയാണ് ആ മെറ്റീരിയൽ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. സാധാരണ രീതിയിൽ ആൾജിനേറ്റ് ഉപയോഗിച്ച് ഇംപ്രഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇംപ്രഷനിലേക്ക് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ച് സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് നമ്മൾ ലാബിലേക്ക് അയക്കുന്നത്. ഇതിന്റെ മോഡലിലേക്കാണ് ഇത് ബ്രിഡ്ജല്ലേ ക്രൗണ് ഉണ്ടാക്കിയിട്ട് വരുന്നത്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ഇത് താഴെ വീണാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കൂടാണ്ട് ഈ മാർജിൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവെടുക്കുന്ന നേരത്ത് ഉമിനീരിന്റെ പത അവിടെ വന്ന് ബ്ലോക്ക് ചെയ്താൽ ഈ മാർജിൻസ് ഒന്നും 100% കറക്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയില്ല. സ്കാനർ ആകുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ യാതൊന്നും ഇല്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സ്കാനർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. സ്കാനറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡയറക്റ്റ് ആയി വായിൽ തന്നെ സ്കാൻ ചെയ്യുന്നതാണ്. ഒരു വീഡിയോ എടുക്കുന്ന പോലെ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓരോ ആർച്ചും നമുക്ക് ഏകദേശം 1 മിനിറ്റിൽ താഴെ സമയം മാത്രമേ സ്കാൻ ചെയ്യാൻ എടുക്കുകയുള്ളൂ. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റയാണ് നമ്മൾ ലാബിലേക്ക് അയക്കുന്നത്. ലാബിൽ നിന്ന് അവരുടെ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത് 3D പ്രിന്റിംഗ് ആണ് നടക്കുന്നത്. മോഡലിൽ 3D പ്രിന്റിങ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ക്രൗണ് മില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്രൗൺ ഇതുപോലെ മില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നേരം മാൻപവർ വളരെ കുറവാണ്, അക്യുറസി ഭയങ്കര കൂടുതലുമായിരിക്കും. സ്പെഷ്യൽ ചൈൽഡ് അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച പേഷ്യൻസ്, ഹാൻഡിക്യാപ്ഡ് ആൾക്കാർ, ന്യൂറോ പ്രോബ്ലം ഉള്ളവർ, വളരെ വയസ്സായ ആൾക്കാർ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൾജിനേറ്റ് പോലെ സാധനങ്ങൾ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റിയല്ല. പ്രത്യേകിച്ച് ഓട്ടിസം വെച്ചാൽ അവരൊരിക്കലും വായടക്കില്ല. പിന്നെ ഈ ആൾജിനേറ്റ് പോലത്തെ സാധനങ്ങൾ, പശ പോലത്തെ സാധനങ്ങൾ വായിച്ചെടുക്കുമ്പോൾ സെറ്റാൻ സമയം എടുക്കും. പേഷ്യൻസ് തുപ്പിക്കളയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ സ്കാനർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഒരു ഫോട്ടോ എടുക്കുന്ന ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം.